കാലം ദൈവജന ശുശ്രൂഷയ്ക്കായി കർത്താദാസൻ കുഞ്ഞമ്പാഷ ക്ഷണിച്ചുകൊണ്ട് ദൈവത്തിന് താങ്ങി. സ്തോത്രം. കാലം ആസന്നമായി പ്രിയരേ, വിശുദ്ധിയോടെ കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. അതിൻ്റെ അർത്ഥം എന്തുവാ? കാലമാസന്നമായി പ്രിയരേ. മലയാളമല്ല പഠിച്ചത്. അതിൻ്റെ അർത്ഥം എന്തുവാ? ഇത് പാടാൻ നോക്കിയിട്ട് എത്ര നാളായി? ഞാനെ കൂടെ ചേർത്ത് പറയാം. അപ്പം ഇതുവരെ നമ്മൾ ഒരുങ്ങിയിട്ടില്ല. ഒരുങ്ങാൻ അവസരം തന്നിരിക്കുക ദൈവം. എന്തിനു വേണ്ടിയാ? എന്തിൻ്റെ ഒരുക്കമാ? ഒരുങ്ങാം വിശുദ്ധിയോടെ. വിശുദ്ധിയോടെ ഒരുങ്ങണമെങ്കിൽ വിശുദ്ധി എന്താണെന്ന് അറിയണം. എന്തുവാ വിശുദ്ധി? ഇല്ലേ പാടിയെ? എന്തുവാ വിശുദ്ധി? എന്തുവാ വിശുദ്ധി? ആർക്കും അറിയത്തില്ല. അശുദ്ധി ഇല്ലാത്തതിനാ വിശുദ്ധി എന്ന് പറഞ്ഞു, ഇല്ലേ? ആണോ? കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയെ ദൈവദാസൻ ശക്തമായിട്ട് പറഞ്ഞു എന്താ വിശുദ്ധി എന്നൊക്കെ. നമ്മുടെ ഈ വിശുദ്ധി കൊണ്ടൊന്നും സ്വർഗത്തിൽ പോകത്തില്ല. എന്നെ കൂടെ ചേർത്താ പറയുന്നത്. ഓരോ ദിവസവും ഒരുക്കപ്പെടണം. വിശുദ്ധിയുടെ അളവുകോൽ ആരുടെ കയ്യിലാ? പാസ്റ്ററുടെ കയ്യിലാണോ? ഓവർസിയുടെ കയ്യിലാണോ? IPCയുടെ സെക്രട്ടറിയിലാണോ? വിശുദ്ധിയുടെ അളവുകോൽ യേശുവിൻ്റെ കയ്യിലാണ്. യേശു എങ്ങനെ അളക്കുന്നത്? യേശു എങ്ങനെ അളക്കുന്നെന്ന്? എടാ, വിശുദ്ധി എന്തെന്ന് അറിയാതെ എങ്ങനെയാ നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്? വിശുദ്ധിയുടെ അളവുകോൽ യേശുവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനം. പെന്തക്കോസ്തുകാർക്ക് വേണ്ടിയല്ല കർത്താവ് വരുന്നത്, ആണോ? ഒത്തിരി പെന്തക്കോസ്തുകാരാ. പെന്തക്കോസ്തിന്റെ അനുഭവം വേണം. എന്ന് പറഞ്ഞാൽ എനിക്കൊരാഗ്രഹം വേണം, കർത്താവ് ഇന്ന് വന്നാൽ പോണം. കാലമാസന്നമായി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോ പറയും അവന്റെ തീരാറായി കേട്ടോ. ആസന്ന മരണനായി കിടക്കുന്ന ഒരു വ്യക്തിയോട് പറയുന്ന പോലെ ഈ ഭൂമിയിലെ ജീവിതം ജീവിച്ചു തീർക്കുവാൻ നമ്മൾ ഒരുങ്ങിയാലും ഒരുങ്ങിയില്ലേലും കർത്താവ് വരും. അപ്പൊ എന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കും ഞാൻ ഓരോ ദിവസവും ഒരുക്കപ്പെടണം. എല്ലാം എല്ലാം ശരിയാന്ന് പറഞ്ഞൊരു കൈപോക്കിക്ക്. എൻ്റെ ഒരുക്കം എല്ലാം ശരിയാ. നമ്മൾ ഒരുങ്ങണം. ഒരുങ്ങിയില്ലെങ്കിൽ കൈവിട്ടു പോകും. ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുങ്ങണ്ടേ? യോഹന്നാൻ്റെ 2-ാമത്തെ ലേഖനം 9-10 വാക്യം വായിച്ചാൽ. എൻ്റെ പ്രസംഗ വിഷയം അതല്ല, പക്ഷെ ആദ്യം ഞാൻ പറയുന്ന വചനത്തെ ഞാൻ ഉറപ്പിക്കണം. പറഞ്ഞേ. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിര് കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ
നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളടുക്കൽ വന്നാൽ അവനെ വീട്ടിൽ കയറ്റരുത്, അവന് കുശലം പറയരുതെന്ന്. വായിച്ചേ ബാക്കിയുടെ. അവൻ കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവർത്തികൾ കൂട്ട. ഈ പകൽക്കാലം എന്നെ കേൾക്കും ദൈവ മക്കളെ, ഞാനും നീയും അറിയേണ്ടത് യേശുവിന്റെ ഉപദേശത്തിലാണോ ഞാൻ ജീവിക്കുന്നത്? യേശുവിന്റെ ഉപദേശത്തിൽ ജീവിച്ചാൽ ആരുണ്ടെന്നാ ശരി പറഞ്ഞേ? ദൈവം ഉണ്ട്. എവിടാ ഉള്ളത്? പിതാവും പുത്രനും എവിടാ ഉള്ളത്? ഈ സമയം പിതാവും പുത്രനും എവിടെയാ ഉള്ളത്? സ്വർഗത്തില്. ഇവിടെ യേശു ഉണ്ടോ? യേശുവിന്റെ സാന്നിധ്യം പരിശുദ്ധാത്മ വെളിപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാത്ത ഒരു ഉപദേശവും നമുക്ക് വേണ്ട. അത് ഏതുമായിക്കോട്ടെ, അത് വിശുദ്ധിയും വേർപാടുമായിക്കോട്ടെ. എനിക്കൊരാഗ്രഹം വേണ്ടത് ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന്റെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കണം. അതിനെന്തോ കേൾക്കണം, വചനം ധ്യാനിക്കണം. ഒത്തിരി പേര് സമയം വരുന്നത് ഉറങ്ങാനാ, ചുമ്മാ വരുന്ന, വെറുതെ വന്ന് വെറുതെ പോകുന്നല്ല ഇത്. ഇവിടെ ദൈവ പ്രവൃത്തി ഇറങ്ങുന്ന സമയമാ. ഇവിടെ ദൈവമഹത്വം ഇറങ്ങുമ്പോൾ നീ ഇവിടെ ഉണ്ടെങ്കിൽ നീ ഏറ്റെടുത്താൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരമാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ഞാൻ പറഞ്ഞ വചനം ജീവനും ആത്മാവുമായി. പകൽക്കാൽ ജീവന്റെ ആത്മാവിന്റെ ശക്തി വചനത്തിൽ വെളിപ്പോൾ നിന്റെ ജീവനില്ലാത്ത ജീവൻ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സുനിൽ പാസ് ദൈവദാസനും പറഞ്ഞതൊക്കെ ശരിയാ. ഇവിടെ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്നാൽ ദൈവശബ്ദം കേൾക്കാതെ നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിക്കുന്നതിന്റെ പോരികൾ. എത്ര ദൈവശബ്ദം കേട്ടിട്ടും മാനസാന്തരപ്പെടാതെ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടിട്ടും വിശ്വസിക്കാതെ ജീവിച്ച ഒത്തിരി പേരുണ്ട്. ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ വരണം. സഭയിൽ വരുമ്പോഴേ ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ വന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ നിന്റെ മുന്നിൽ വെച്ചിട്ട് കല്ല് ദൈവം മാറ്റും. ഇല്ലേ? കഴിഞ്ഞതിന്റെ മുന്നത്തെ ആഴ്ച ഞാൻ പറഞ്ഞു, ഒരുക്കത്തോടെ വന്നവരുടെ മുന്നിൽ അവർക്ക് പ്രശ്നമായി നിന്ന കല്ല് മാറ്റിയെങ്കിൽ ഇപ്പോൾ ഒരുക്കത്തോടെ വന്നത് നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിട്ട് നിന്റെ ഉയർച്ചയ്ക്ക് നേരെ വ്യാപരിക്കുന്ന ഏത് പോരുകളെ എടുത്തു മാറ്റി നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിന്നെ മാനിക്ക് ദൈവം ഈ രാത്രി പകൽക്കാലം ഇവിടെയുണ്ട്. പാടുന്ന പാട്ട് എന്റെ അനുഭവമായി തീരണം. പാട്ടിൽ ദൈവശക്തിയുണ്ട്, പാട്ടിൽ സൗഖ്യമുണ്ട്, ആരാധന വിടുതലുണ്ട്, വചനത്തിൽ സാക്ഷിയുണ്ട്. ഈ പകൽ പറയുന്ന വചനം വെറുതെ പറയുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഒരു ചർച്ചയിൽ പോയി. അന്ന് 3 പേര് പ്രസംഗിക്കാനുണ്ടായിരുന്നു. പാസ്റ്റർ പറഞ്ഞു, ഞാൻ പറഞ്ഞത് പാസ്റ്റർ എനിക്ക് അവസാനം തന്നാൽ മതി, എനിക്ക് എത്ര സമയം വേണമെന്ന് എനിക്കൊരു ഇതുമില്ലേ, 10 മിനിറ്റ് കിട്ടിയാലും ഞാൻ പ്രസംഗിച്ചോളാം എന്ന് പറഞ്ഞു. ആദ്യം പാസ്റ്റർ മരുമോനാണ്, പുള്ളി ഒരു സുവിശേഷ വിലക്കാരനാണ് നോർത്ത് ഇന്ത്യയിൽ. പുള്ളി 10 മിനിറ്റ് കൊണ്ട് പ്രസംഗം നിർത്തി. അത് കഴിഞ്ഞ് അമേരിക്ക എന്ന് വന്നൊരു ദൈവദാസനുണ്ടായിരുന്നു. പുള്ളി ഒത്തിരി കാര്യം പറഞ്ഞിട്ട് സമുദ്രത്തിൻ്റെ ആഴം എത്രയെന്നറിയാമോ? അത് ആഴം എത്ര എന്ന് പറഞ്ഞു. സൂര്യനും ഭൂമിയുമായിട്ടുള്ള അകലം അറിയാമോ? ഭൂമിയും ചന്ദ്രനുമായിട്ടുള്ള അകലം അറിയാമോ? സൂര്യചന്ദ്രൻ എത്ര കളറുണ്ടെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഗോലിയാത്തിന്റെ തലയിൽ കൊണ്ട കല്ലിന്റെ വലിപ്പം അറിയാമോ?
ആ കല്ല് പോയ ദൂരം അറിയാമോ? ഇത് വല്ലതും അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? 50 മിനിറ്റ് പ്രസംഗിച്ചു. ഞാൻ നോക്കി 12 മണിയായി. ഇനി 25 മിനിറ്റ് എനിക്കുള്ളൂ. അറിവ് പ്രസംഗിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ പ്രസംഗിക്കുന്ന അറിവല്ല, അനുഭവമാണ്. അറിവുള്ളവർ അറിവ് ചീർപ്പിക്കുന്നതാ പറയുന്നത്. എൻ്റെ നിങ്ങളുടെ അറിവ് ചീർപ്പിക്കുമ്പോൾ അറിവ് പ്രസംഗിക്കാനല്ല ഞാൻ നിന്നിരിക്കുന്നത്, എൻ്റെ അനുഭവം പ്രസംഗിക്കാനാണ്. 20 മിനിറ്റ് കൊണ്ട് ഞാൻ വേദപുസ്തകം തുറന്നില്ല. ഇന്നിവിടെ പ്രസംഗിക്കാൻ പോകുന്ന വചനം പ്രസംഗിക്കാൻ റെഡിയാണ്. ദൂതുകൾ വെളിപ്പെട്ടു, ദൈവശക്തി വെളിപ്പെട്ടു. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ഒരുക്കത്തോടെ വന്നിരിക്കും ജനത്തിന്മേൽ ദൈവശക്തി വെളിപ്പെട്ടു. ഉറങ്ങാൻ വന്നവർ ഉറങ്ങിക്കോണം. ഉറങ്ങിക്കോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഉറങ്ങിയാൽ ചിലപ്പോൾ എനിക്ക് ഉറക്കം വരും. ക്ഷീണമല്ല ഉറങ്ങി, കാരണം വീട്ടിൽ ഉറങ്ങാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് സമയം നടക്കുന്നത്. ഇവിടെ പിന്നെ AC കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ക്രൈസ്തലോ. എന്നാൽ ഉറങ്ങുവാനല്ല, ഞാൻ ഉണർന്നിരിക്കും. ക്രൈസ്തലോ, നമ്മുടെ ഉറക്കത്തിൽ നിന്ന് ഉണരണം. നമ്മള് ആത്മീയ ഉറക്കന്ന് ഒന്ന് ഉണരണം. ഈ പകൽക്ക് തട്ടി ഉണർത്തുവാൻ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. യേശുവിന്റെ നാമത്തിൽ ആത്മീകമായി മുന്നോട്ട് പോകുവാൻ കഴിയാതെ നമ്മുടെ ആത്മീയരെ ബന്ധിപ്പിക്കുന്ന ദൈവശബ്ദം കേട്ടിട്ട് വിശ്വാസമായി തീരാതെ വ്യാപരിക്കുന്ന ചില പോരികൾ, ചില പോരാട്ടങ്ങൾ, ചില ആധിപത്യങ്ങൾ ദേശത്തോട് വ്യാപരിക്കുന്ന എത്ര പ്രാർത്ഥിച്ചിട്ടും ജനം സഭയിൽ കടന്നു വരാതെ സഭയ്ക്ക് നേരെ വ്യാപരിക്കുന്ന മുടക്കുന്ന മണ്ഡലങ്ങൾ ഇരുന്ന് വ്യാപരിക്കുന്നുണ്ട്. ഒരാഴ്ച ദൈവം നടത്തിയില്ലേ? ദൂതന്മാരുടെ കാവൽ നൽകിയില്ലേ? നൽകിയോ? പറ, എനിക്ക് ദൂതന്മാരുടെ കാവൽ നൽകി. സ്തുതിക്കുന്നുണ്ടോ ദൂതന്മാരെ തന്നതിനായിട്ട്? ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയണം, ഞാനായിരിക്കും ദേശത്തിൽ, എന്റെ തലമുറയായിരിക്കും ദേശത്തിൽ, അവരുടെ യാത്രയിൽ, വാഹനത്തിൽ, ജോലി സ്ഥലങ്ങൾ ദൂതന്മാരുടെ കാവലുണ്ടാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കണം. വഴിയിൽ പതിയിരിക്കുന്ന അനർത്ഥങ്ങൾ വെടിവെക്കും. നമ്മുടെ പ്രാർത്ഥിക്കാതെ നടക്കാത്തത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ ദൈവം ചെയ്യും. ഇതുവരെ കാണാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യും. നന്ദി കരയറ്റണം, സ്തോത്രം കരയറ്റണം. രാവിലെ മുതൽ രാത്രി വരെ ദൈവം നടത്തി. യാത്രയിൽ വാഹനത്തിൽ ദൈവം നടത്തി. ആ ദൈവത്തെ സ്തുതിക്കണോ? മെഡിക്കൽ കോളേജിൽ ഒന്ന് പോകണം. ആമേൻ. ദൈവം ഒന്ന് ആരോഗ്യത്തിന്റെ വില അറിയണമെങ്കിൽ ഹോസ്പിറ്റലിൽ അപകടങ്ങൾ കിടക്കുന്നവരെ പോയി കാണണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്റെ കാലൊടിയാതെ കണ്ണിന് കാഴ്ച നൽകി, കൈ ഒടിയാതെ നിനക്ക് അനർത്ഥം വരാതെ ദൈവം സൂക്ഷിച്ചകൾ ഈ പകൽക്കാലം വിളിച്ചു പറ, എന്റെ ദൈവമേ, അങ്ങയുടെ കല്ലിനായി, സൂക്ഷിപ്പിനായി, പരിപാലനത്തിനായി, ആയുസിനായി, ആരോഗ്യത്തിനായി, സൗഖ്യത്തിനായി, പാർക്കുന്ന ഭവനത്തിനായി, ദേശത്തിനായി, അടകമ്പാരികതേരിക ദൈവത്തിന് സ്തോത്രം കരയറ്റണമെന്ന്. ഇത് ചുമ്മാ ഇങ്ങനെ വരിക. എത്ര സമയം നമ്മൾ ദൈവത്തിന് സ്തോത്രം കരുതുന്നുണ്ട്? ഇവിടെ വരുമ്പോൾ മാത്രമാണോ? രഹസ്യമായി പ്രാർത്ഥിക്കുന്ന, പരസ്യമായി പ്രാർത്ഥിക്കും. രഹസ്യമായി ആരാധിക്കുന്നവൻ പരസ്യം ആരാധിക്കും. ഒരു ദിവസം എത്ര മണിക്കൂർ ആരാധിക്കുന്നുണ്ട് വീട്ടില്? നിന്റെ വാ കൊണ്ട് എത്ര സ്തുതികാരേറ്റുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. നിന്റെ നാവിനെ ബന്ധിക്കുന്ന ബന്ധനത്തെ സ്തുതിപ്പാൻ കഴിയാതെ, ആരാധിപ്പാൻ കഴിയാതെ, പാടുവാൻ കഴിയാതെ, പ്രാർത്ഥിക്കുവാൻ കഴിയാതെ നിന്റെ നാവിനെ, നിന്റെ അതിരത്തെ പിശാച് ബന്ധിക്കോ. നീ ഉച്ചത്തിൽ ഘോഷിക്ക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വാ കൊണ്ട് സ്തോത്രം കയറ്റാൻ തുടങ്ങിക്കും.
കേട്ടോ? ലഭിച്ചതിനായി സ്തോത്രം, ലഭിക്കാൻ പോകുന്നതിനായി സ്തോത്രം. നമ്മൾ ആരാ? നമ്മൾ ആരാ? വിശ്വാസികളാണോ? ആണോ? കാണാത്ത കാര്യങ്ങൾ കണ്ട് വിശ്വസിക്കുക. നമ്മളെല്ലാം കണ്ടിട്ടേ വിശ്വസിക്കത്തുള്ളൂ. ചില കാര്യങ്ങൾ ആത്മാവിൽ കാണാം. നിന്റെ ഭവനത്തിൽ ഉയർച്ച കാണാം, നിന്റെ ബാധ്യതകൾ മാറുന്നത് കാണാം, നിന്റെ നന്മ കാണാം, നിന്റെ ജോലി ഉയർച്ച കാണാം. ആരെല്ലാം എതിരായി നിന്നാലും ആ എതിർത്തിനെ പൊട്ടിച്ചു മാറി നിന്റെ സ്തുതിയിൽ ദൈവം ഇറങ്ങും. ഇസ്രായേലിന്റെ സ്തുതികളിൽ ഇറങ്ങുന്ന ദൈവം നിന്റെ സ്തുതിയിൽ ഇറങ്ങി നിനക്ക് നേരെ വ്യാപരിക്കുന്ന, നിന്റെ നന്മയ്ക്ക് നേരെ പോരാടുന്ന, നിന്റെ അവകാശത്തോട് പോരാടുന്ന ഏത് വ്യക്തിയാണോ, ഏത് ശക്തി അതിനെ മാറ്റി നിനക്ക് വേണ്ടി ദൈവം നേടും. നമ്മുടെ സ്തുതി കുറയുന്നുണ്ടാ ദൈവപ്രതി വെളിപ്പെട്ടായിരിക്കുന്നത്. നമ്മുടെ സ്തോത്രം കുറയുമ്പോൾ പിശാച് എടുക്കും. പിശാച് നോക്കാൻ നിന്നെ എവിടെയാ തകർക്കേണ്ടത്? പിശാച് നോക്കുന്ന നന്മയെ എവിടെയാ തകർക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. ഈ ദിവസം ലഭിച്ച നന്മകളെ ഓർത്ത് സ്തുതിക്കുമ്പോൾ ലഭിക്കാൻ പോകുന്ന നന്മയെ കണ്ടുകൊണ്ട് സ്തുതിക്കുക. പരകർത്താവേ, നീ എനിക്ക് വേണ്ടി ഒരുക്കുന്ന വിടുതലായി സ്തോത്രം. നിന്റെ സൗഖ്യം നീ കാണ്, നിന്റെ രോഗസൗഖ്യം കാണ്, നിന്റെ വിടുതൽ കാണ്, നിന്റെ ഉയർച്ച കാണ്, നിന്റെ ശൂന്യത കാണ്. പരകർത്താവേ, എന്റെ ശൂന്യതയെ മാറ്റി, എന്റെ ഇടുക്കത്തെ മാറ്റി, എന്റെ ഞെരുക്കത്തെ മാറ്റി, എന്റെ നിന്ദയെ മാറ്റി, എന്റെ പരിഹാസത്തെ മാറ്റി, എന്റെ ദൈവത്തിന്റെ കരം. പണ്ടൊക്കെ നമ്മുടെ അപ്പനമ്മമാരോട് ചോദിക്കണം, അവർക്ക് മരിച്ചുപോയി ഇല്ലേ? അവർ മുന്നിൽ കാണാനൊന്നുമില്ലായിരുന്നു. രാത്രി പറഞ്ഞു, എന്റെ ദൈവമേ, എന്റെ ഭവനത്തിന് ഇവിടെ ഞാൻ കാണുക, എന്റെ തലമുറ നന്മ ഞാൻ കാണുക. അവർ ദൈവത്തിൽ വിശ്വസിച്ചത്, അവർ ദൈവത്തിൽ ആശ്രയിച്ചത്. അവർക്കൊരു ഭയവുമില്ലായിരുന്നു, ഭീതിയില്ലായിരുന്നു, അവർക്ക് സങ്കടമില്ലായിരുന്നു. അവർ പറഞ്ഞു, എന്റെ കഷ്ടതയിൽ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട്. ആരും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിക്കണം. ഹല്ലേലൂയ. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യുന്ന ദൈവമാണെന്ന് വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ആര് വിശ്വസിക്കും? ഈ സഭയിൽ വാഗ്ദത്തങ്ങളൊക്കെ കേട്ട സഭയാ. അത് വെളിപ്പെടാതെ മറയ്ക്കുന്ന ചില കോരികൾ ഈ പകൽക്കാലം നസ്രേത്ത് യേശുവിൻ നാമത്തിൽ നീ തലകുനിച്ച് ജീവിക്കുവാനല്ല, പിശാച് ആഗ്രഹിക്കുന്നത് നീ തലകുനിച്ച് ജീവിക്കണം. നിന്റെ തലയിൽ ഓർത്ത ദൈവത്തെ ഞാൻ സേവിക്കുന്നു. അടകം വരാതിരിക്കൽ കരുക. എത്ര പ്രസംഗിച്ചാലും എത്ര വചനം കേട്ടാലും വിശ്വാസമായി തീരാതെ നിന്റെ പ്രശ്നം നിന്റെ എഴുതാൻ നിൽക്കുമ്പോൾ ആ വലിയ പ്രശ്നങ്ങൾ വലിയവനായ ദൈവം. നമ്മുടെ പ്രശ്നം നമ്മുടെ ദൈവത്തിന്റെ വലിപ്പം നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ നിരാശയും പെറുപെറുപ്പും ഒക്കെ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. പറ, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുന്ന വഴി വെളിപ്പെടട്ടെ. പറവാകണ്ട് പറ, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുന്ന വഴി വെളിപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. നീ എന്താ വാ തുറന്ന് പറയാത്തെ? വഴി തുറക്കണോ ദൈവം? കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവം വഴി തുറക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് പറയണം നീ രാവിലെ ആയിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എത്ര അലറി കീറി പ്രസംഗിച്ചാലുവേ, ആര് പ്രസംഗിച്ചാലും ഏറ്റെടുക്കണം. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിന്റെ ആദ്യം വാക്ക്. യേശുവോട് പറഞ്ഞത്, സ്ത്രീയെ. ആമേൻ. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കുക.
ഈ പകൽക്കാലം ആര് വിശ്വസിക്കും? യേശു പറയുന്ന കാര്യം ആര് വിശ്വസിക്കും? യേശു ആരോടെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവൻ നിവർത്തിച്ചിട്ടുണ്ട്. പറ, യേശു എന്നോട് പറഞ്ഞ കാര്യം നിവർത്തിക്കും. ആമേൻ. നിങ്ങള് സ്വതന്ത്രം പറഞ്ഞാലേ ഞാൻ പറഞ്ഞു. ദൈവാത്മാവ് തന്ന ആലോചന ചെയ്ത് സത്യം പറഞ്ഞാൽ ഈ സ്ത്രീക്ക് കർത്താവിന് എത്ര മണിക്കൂറത്തെ പരിചയമുണ്ട്? ചില മണിക്കൂറുകൾ മാത്രമേ ഈ സ്ത്രീക്ക് യേശുവിനെ അറിയത്തുള്ളൂ. പക്ഷെ യേശുവിന് ഈ സ്ത്രീയെ കുറിച്ച് എല്ലാം അറിയാമല്ലോ. എന്നെ നിങ്ങളെ കുറിച്ച് യേശുവിന് എല്ലാം അറിയാമെന്ന്. ഈ പകൽക്കാലം എന്നെ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന്, ഇന്നലകൾ എന്താണെന്ന്, ഇന്ന് എന്താണെന്ന്, നാളെ എന്താകുമെന്നറിയാമെന്ന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഈ സ്ത്രീയോട് യേശു പറയുക, സ്ത്രീയെ എന്റെ വാക്ക് വിശ്വസിക്കുക. ആമേൻ. പറ, ഞാൻ യേശുവിന്റെ വാക്ക് വിശ്വസിക്കുക. ഏത് വിഷയത്തിലാണ് നീ ഭാരപ്പെടുന്നത്? ഏത് വിഷയത്തെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കേണ്ടത്? ഈ പകൽക്കാലം പറയുന്നത് യേശുവിന്റെ വാക്ക് വിശ്വസിച്ചാൽ ഇതുവരെ കാണാത്ത, അനുഭവിക്കാൻ കഴിയാത്ത ചില ദൈവ പ്രവൃത്തി നിങ്ങളെ ചിലപ്പെടുത്തി ദൈവത്തിന്റെ വചനത്തെ ഉറപ്പിക്കുന്ന ദൈവമാ. കാരണം യേശു വാക്ക് പറയത്തില്ല, വ്യാജം പറയത്തില്ല. യേശു പറഞ്ഞതല്ല നിവർത്തിക്കുവാൻ ശക്തിയുള്ള ദൈവമാ. എന്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. വിശ്വസിക്കുക. എന്നെ കുറിച്ച് എന്റെ യേശു പറയുന്ന കാര്യം അത് സംഭവിക്കും. വേദപുസ്തകം മുഴുവൻ പഠിച്ചാലും യേശു പറഞ്ഞ കാര്യം അനുസരിച്ചവർ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാ അനുസരണം കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി. അനുസരിക്കുന്നവർക്ക് വേണ്ടി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്നു മുതൽ ഇതുവരെ പ്രവർത്തിച്ച ദൈവം നമ്മുടെ മധ്യ ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. അനുസരിപ്പാൻ റെഡിയാണോ? യേശു പറഞ്ഞ കാര്യം വിശ്വസിപ്പാൻ റെഡിയാണോ? നിന്റെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ ഇതുവരെ നടക്കാത്ത ചില കാര്യങ്ങൾ ദൈവം നടത്തും. ആമേൻ. യേശു ഈ സ്ത്രീയെ തേടി വന്നതാണ്. വേറെ ആരും പോകാത്ത സ്ഥലത്താണ് യേശു പോയത്. ഇല്ലേ? അവിടെ പറയുന്നു സമരിയിലേക്ക് യേശു ക്രിസ്തു പോകേണ്ടി വന്നു. കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൽ യേശു കടന്നു വന്നു. കൈവിട്ട മണ്ഡലം, ഉപേക്ഷിച്ച മണ്ഡലം, നിന്ദിച്ച മണ്ഡലം, പരിഹരിച്ച മണ്ഡലത്തിൽ എല്ലാരും കൈവിട്ട മണ്ഡലം ഈ പകൽക്കാലം പറകത്താതെ എന്റെ ജീവിതത്തിൽ എന്റെ യേശു കടന്നു വന്നതിനായി ജീവിതത്തിൽ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ജീവിക്കുവാൻ ഗതിയില്ലാതെ അധോഗതിയിൽ ആയിരുന്ന എന്റെ ജീവിതത്തിൽ ആരും വന്നില്ല. പക്ഷെ യേശു വന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ സ്ത്രീയെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യേശു വെറുതെ വന്നതല്ല. ഇന്ന് യേശു ഇവിടെ വെറുതെ വന്നതല്ല. ഇന്ന് യേശു വന്നതിന് ഉദ്ദേശമുണ്ട്. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിച്ച്, നിന്റെ കെട്ടുകളെ പൊട്ടിച്ച്, നിന്നെ സ്വതന്ത്രയോടെ എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. എവിടെയാണോ പിശാച് ബന്ധനത്തെ പൊട്ടിച്ചു മാറി നിന്നെ സ്വാതന്ത്ര്യത്തോടെ പകൽക്കാലം പറഞ്ഞയക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ സ്ത്രീയെ തേടി വന്ന യേശു എവിടെയായിരുന്നത്? യാക്കോബിന്റെ കിണറിന്റെ അരികിലായിരുന്നു. യേശുവിനറിയാൻ ഇവളിവിടെ വരും. യേശുവിനറിയാൻ ഇവളിവിടെ വരും. പ്രൈസ് ദി ലോർഡ്.
ദൈവസഭയിൽ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തെ സ്തുതിക്കാം. Hallelujah. ആമേൻ. Amen. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവത്തിന്റെ സഭ ആമേൻ. എന്നെ നിന്നെ കൂട്ടി വന്ന ദൈവത്തിന്റെ പദ്ധതിയാ. Hallelujah. Praise the Lord. നിന്നെ വെറുതെ പറഞ്ഞേക്കുവാനല്ല, നിന്നെ ശൂന്യനോട് പറഞ്ഞേക്കുക, നിന്നെ രോഗിയാക്കി പറഞ്ഞേക്കുക, നിന്റെ ബന്ധനത്തെ അഴിച്ചു മാറ്റി, നിന്റെ കെട്ടുകളെ പൊട്ടിച്ചു മാറ്റി, നാടുകളായി നിന്റെ മേൽ അവകാശം പറയുക. ചില കെട്ടുകൾ, ചില നിന്റെ വിടുതല്, നിന്റെ രോഗസ്ഥന് വിടുതലില്ലാതെ നിന്റെ രോഗിയാക്കി ബന്ധനത്തെ പൊട്ടിച്ചു മാറ്റി ഈ പകൽക്കാലം കർത്താവേ Hallelujah. Praise the Lord. ഹല്ലേലൂയ. ആമേൻ. Amen. എന്തുകൊണ്ടായിരിക്കും ഈ സ്ത്രീയോട് യേശു പറഞ്ഞു നീ എന്നെ വിശ്വസിക്കുക? Praise the Lord. ഈ സ്ത്രീയുടെ കാര്യം വിശ്വസിക്കത്തക്ക ദൈവ കർത്താവ് പറഞ്ഞു. Amen. Praise the Lord. വേറെ ആരും അറിയാതെ Amen. ഇവിടെ രഹസ്യമായി സൂക്ഷിച്ച കാര്യം ഇവിടെ നാട്ടുകാർക്ക് അറിയത്തില്ല. Amen. ഇവിടെ കൂടി നാട്ടുകാർക്ക് അറിയാം ചില കാര്യങ്ങളൊക്കെ. നാട്ടുകാർക്ക് അറിയാത്ത കാര്യം Amen. യേശുവോട് പറഞ്ഞു. Hallelujah. അതുകൊണ്ടാ പറഞ്ഞ സ്ത്രീ ഞാൻ ഇത്രയും പറഞ്ഞത് ശരിയല്ലേ? Amen. ഞാൻ ഇതുവരെ പറഞ്ഞ ശരിയല്ല നിന്റെ ജീവിതത്തെ കുറിച്ച്. Amen. ഇനി പറയുന്നത് നീ വിശ്വസിക്കുക, നിന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ നടക്കാൻ പോകുകയാണ്. Hallelujah. രഹസ്യമായി സൂക്ഷിച്ചു. കർത്താവ് പറഞ്ഞു നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. Amen. അവൾ പറഞ്ഞു എനിക്ക് ഭർത്താക്കന്മാരില്ല. കർത്താവ് നീ പറഞ്ഞ നേരിയാ. കർത്താവ് പറയാ നീ പറഞ്ഞ ശരിയാ, Praise the Lord. നേരാ. പക്ഷെ ഇപ്പം നിന്റെ കൂടെ ഒരുത്തനില്ലേ, അതും എനിക്കറിയാം. Praise the Lord. ഈ പകൽക്കാലം നമുക്കൊന്നും മറച്ചു വെക്കാൻ പറ്റത്തില്ല. Hallelujah. നമ്മുടെ മുഖമോടി ദൈവം അറിയിക്കുമെന്ന്. Amen. ഈ പകൽക്കാലം എന്തെല്ലാം നമ്മൾ മറച്ചു വെക്കാൻ നോക്കിയാലും, ഞാൻ മറച്ചു വെക്കാൻ നോക്കിയാലും എല്ലാം വ്യക്തമായി സ്പഷ്ടമായി യേശുവിനെ തിരിച്ചറിയാം. Hallelujah. Praise the Lord. Hallelujah. ആമേൻ. അതിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ 26-ാമത്തെ വാക്യം വരെ യേശു സ്ത്രീയോട് സംസാരിച്ച കാര്യം. Amen. Praise the Lord. Stotram. ഇവിടെ ഒത്തിരി അറിവുള്ള വ്യക്തിയാ, Amen. ഇല്ലേ? അവള് പറയുന്നത് ഞങ്ങളുടെ പിതാവ് യാക്കോബ, ഒത്തിരി കാര്യം പറയുന്നു, പക്ഷെ അനുഭവമില്ല. Amen. അറിവല്ല, അനുഭവത്തിൽ ജീവിക്കണം. ഈ പകൽക്കാലം ഒത്തിരി അറിവുണ്ടായിട്ട് കാര്യമില്ലെന്ന് ഈ പകൽക്കാലം വിളിച്ചു പറയണം. അറിവിലല്ല, അനുഭവത്തിൽ ജീവിക്കണം. Amen. Praise the Lord. Hallelujah. അവള് കർത്താവിനോട് ചോദിക്കുന്ന ഒത്തിരി കാര്യമുണ്ട്. അവള് ചോദിക്കുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത് യാക്കോബ, Amen. Praise the Lord. ഞങ്ങളുടെ പിതാവ് യാക്കോബ് ഈ കിണർ തന്നെന്ന്. Amen. നീ അവനേക്കാൾ വലിയവനാണോ? Praise the Lord. ഈ പകൽക്കാലം അറിയണം, നമ്മുടെ യേശു എല്ലാറ്റിനേക്കാൾ വലിയ. Hallelujah. യേശുവിന്റെ നാമം എല്ലാ നാമത്തിലും മേലായ നാമമാണ്. Amen. അതുകൊണ്ട് പറഞ്ഞു യേശുവിന്റെ മുന്നിൽ എല്ലാ മുട്ടും മടങ്ങും. Amen. ഈ പകൽക്കാലം പറ യേശുവിന്റെ മുന്നിൽ എല്ലാ മുട്ടുകൾ മുടങ്ങട്ടെ. എന്റെ നിന്റെ ജീവിതത്തിൽ നിന്നെ ഉയരുവാൻ കഴിയാതെ, നിന്നെ ഉയർത്തുവാൻ കഴിയാതെ, പ്രാർത്ഥിച്ചു മറുപടിയില്ലാതെ നിന്നെ കെട്ടിവച്ചിരിക്കുന്ന എല്ലാ ആധിപത്യങ്ങളും, എല്ലാ പോരുകള്, എല്ലാ സാത്താന്യവകാശവാദങ്ങള് ഈ പകൽക്കാലം പറ എല്ലാ നാമത്തിൽ മേലായ യേശുവിന്റെ മുന്നിൽ മുട്ടുമടങ്ങട്ടെ. Amen. Hallelujah. ഇവള് ലോകകാര്യമാണ് പറയുന്നത്. കിണർ ഇല്ലേ? എനിക്ക് നിനക്ക് എന്താ പറയാനുള്ള യേശുവിനോട്? നമുക്ക് എന്താ യേശു എന്താ തന്നത്? എനിക്കും നിങ്ങൾക്കും യേശു എന്താ തന്നതെന്ന്? കിണറാണോ, വീടാണോ, ഭൂമിയാണോ? ഇതെല്ലാം തന്നതാ. പക്ഷെ അതിനേക്കാൾ ശ്രേഷ്ഠമായി തന്നിരിക്കുക അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്തിന് അവകാശം തന്നെന്ന്. ഈ പകൽക്കാലം പറ ഞാൻ അന്യനല്ല, അഭയാർത്ഥിയല്ല, യാചകനല്ല, ഞാൻ പരാജയ, ഞാൻ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്തിനവകാശം എന്ന് യേശു ഒരുക്കിയെങ്കിൽ യേശു ഒരുക്കിയ നന്മയിൽ അധികാരത്തിൽ ജീവിക്കുക. നിന്റെ പരാജയം
പരാജയപ്പെട്ട ജീവിതം നോക്കി നിന്നെ പരാജയം എന്ന് പറയുമ്പോൾ, നീ ഒന്നുമില്ലെന്ന് പറയുമ്പോൾ, നിന്റെ ശൂന്യതയെ കണ്ടിട്ട് നിന്റെ പ്രിയപ്പെടുന്ന നിന്ദിക്കുമ്പോൾ പരിഹസിക്കും, നീ പറയണം, ഞാൻ പരാജിതനല്ല, ഞാൻ യാചകനല്ല, ഞാൻ അഭയാർത്ഥിയല്ല, എനിക്കൊരു ദൈവം സ്വർഗത്തിലുണ്ട്. ഈ അറിവാ നമ്മൾ നടത്തേണ്ടത്. എല്ലാവരും നമ്മളൊക്കെ നല്ലത് പറയത്തില്ല. പ്രത്യേക പെന്തക്കോസ്തി വന്നാലുണ്ടല്ലോ, നമ്മുടെ കുറ്റം കണ്ടുപിടിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ട്. അവരത് നോക്കിക്കോട്ടെന്നേ, അവര് പറഞ്ഞോട്ടെന്ന്. അത് നിന്നെ ക്ഷീണിപ്പിക്കരുത്, അത് നിന്റെ വിശ്വാസം തകർക്കരുത്. ഈ പകൽക്കാലം പറയാ, യേശു ക്രിസ്തുവിൽ കൂടി എനിക്ക് എന്റെ വിശ്വാസത്തിൽ ഞാൻ വർദ്ധിച്ച് എന്റെ നീതി കഴിച്ച് എന്റെ ദൈവമക്കളും അവകാശികളുമായി തീർക്കുന്നത് ഞാൻ യേശു ക്രിസ്തുവിന്റെ കൂട്ടവകാശി. എന്നെ നിന്നെ ചേർക്കുന്ന ഒരു ദൈവമാണ്. ഏത് പ്രശ്നത്തിനും കൈവിടാതെ പറഞ്ഞു, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ട്. ആ അനുഭവത്തിൽ ജീവിക്കണമെന്ന്. രോഗം വന്നാൽ, കഷ്ടം വന്നാൽ, എനിക്ക് പ്രയാസമോ പറഞ്ഞാൽ എന്റെ കർത്താവ് എന്റെ പ്രശ്നത്തിൽ ഇറങ്ങി എന്നെ വിടുവിക്കും, എന്റെ ഭാര്യങ്ങളെ മാറ്റും, എന്റെ രോഗത്തെ മാറ്റും. എനിക്ക് കർത്താവ് സൗഖ്യം നൽകി ഈ ഭൂമിയിൽ എന്നെ നിർത്തും. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമത്തിൽ ദൈവം ഇടപെട്ട വ്യക്തിയാ നോഹ, ഇല്ലേ? നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചെന്നാ പറഞ്ഞു. ദൈവത്തിന്റെ തീരുമാനത്തെ മാറ്റുവാൻ കൃപ ലഭിച്ചതിനെ കൊണ്ട് കഴിയും, ഇല്ലേ? അതല്ല നോഹയുടെ അനുഭവം. അതിന്റെ ആറാമത്തെ വാക്യം വായിച്ചേ. ഉൽപ്പത്തി 6 മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു, ഹൃദയത്തിന് ദുഃഖമായി, ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവന് മനസ്താപമായി, ദുഃഖമായി. എന്നെ സൃഷ്ടിച്ച ദൈവം ഈ പകൽക്കാലം എന്നെ നോക്കി എന്താ പറയുന്നത്? ദൈവമക്കളെ, എന്നെ നിന്നെ സൃഷ്ടിച്ച ദൈവം ഈ പകൽക്കാലം നോക്കി മനസ്താപമാണോ ദുഃഖമാണോ ദൈവത്തിനുള്ളത്? ഞാൻ ചോദിക്കണം, കർത്താവ് എന്നെ അങ്ങ് സൃഷ്ടിച്ച്, ഞാൻ എന്നും പ്രാർത്ഥിക്കും, എന്നെ സൃഷ്ടിച്ചതിനായി സ്തോത്രം, ഈ ആഴ്ച നടത്തിയതിനായി സ്തോത്രം. ഞാൻ ചോദിക്കുന്ന, എന്നെ സൃഷ്ടിച്ച ദൈവമേ, എന്നെ സൃഷ്ടിച്ച് ദുഃഖിക്കുന്നു. ദൈവം മറുപടി പറയും. ശൗലിനെ രാജാവാക്കിയതില് ദൈവം മനസ്താപിച്ചെന്നാ പറയുന്നില്ലേ? എന്തുകൊണ്ടാ? ദൈവം പറഞ്ഞ കാര്യം ശ്രദ്ധിക്കാതെ, ദൈവവചനം അനുസരിക്കാതെ അവന്റെ ഇഷ്ടം പോലെ ചെയ്തപ്പോൾ അവന് രാജസ്ഥാനിൽ നിന്ന് മാറ്റിയെന്നാ പറയുന്നത്. ദൈവശബ്ദം കേട്ടിട്ടും ഞാൻ നിങ്ങൾ അനുസരിക്കാതെ ജീവിച്ചാൽ കർത്താവ് ദുഃഖിക്കും. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മൾ ദൈവശബ്ദം കേട്ടിട്ടും അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ എൻ്റെ കർത്താവിനെ കുറിച്ച് ദുഃഖിക്കും. കർത്താവിന്റെ സ്വഭാവത്തിന് മാറ്റമില്ല. ഇവിടെ നോഹ ദൈവശബ്ദം കേട്ടിട്ട് കർത്താവ് പറഞ്ഞ പോലെ ചെയ്തു. മഴ പെയ്യുമെന്നോ പെയ്യത്തില്ലല്ലോ, ഇതുവരെയും വെള്ളം പൊങ്ങിയില്ല, പക്ഷെ ആത്മാവിൽ നോഹ ഉണ്ട് വെള്ളം പോകുന്നത്. ഈ പകൽക്ക് ദൈവം പറഞ്ഞ വാഗ്ദത്തം ആത്മാവിൽ കാണാമോ? ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങള് അത് സംഭവിക്കുമെന്ന്, അത് നടക്കുമെന്ന് ഈ പകൽക്കാലം വിശ്വസിക്കാമോ? അവൻ വേറെ ആരോടും ചോദിച്ചില്ല, നാട്ടുകാരോട് ചോദിച്ചില്ല. നമ്മുടെ നമ്മൾ അവിടെ ഇവിടെയും പോയി ചോദിക്കും, ഇല്ലേ പ്രവാചകന്റെ അടുത്തേക്ക് പോയി ചോദിച്ചാൽ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു, നേരാണ്. എടാ, നിന്നോട് സംസാരിച്ച ദൈവം
ദൈവമാണെങ്കിൽ വേറെ ആരോടും ചോദിക്കേണ്ടെന്ന്. Hallelujah. ദൈവശബ്ദം കേട്ട വിശ്വാസി, നീ ഉറച്ചു നിൽക്ക്, അത് ദൈവം പ്രവർത്തിക്കുമെന്ന്. Amen. 6:28 വായിച്ചേ. 22. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു. അങ്ങനെ തന്നെ അവൻ ചെയ്തു. അവൻ നോഹ അനുഗ്രഹിക്കപ്പെടുവാൻ കാരണം ദൈവം പറഞ്ഞതുപോലെ അതിനൊരു കൂട്ടാൻ നിർത്തിയില്ല. Amen. അതിലൊന്നും കുറച്ചില്ല. നമ്മൾ കൂട്ടാനും കുറയ്ക്കാൻ നോക്കും, Amen. വചനത്തോട് കൂട്ടരുത്. Hallelujah. യേശു പറഞ്ഞതിലേക്ക് അധികമായി പറയുവാൻ നമുക്ക് അധികാരമില്ല. Amen. യേശു എല്ലാം പറഞ്ഞിട്ട് 3.5 വർഷം കൊണ്ട് എല്ലാം പറഞ്ഞു. യേശു പറഞ്ഞ ഉപദേശം എന്റേതല്ല, എന്റെ പിതാവിൻ്റെതത്ര. Hallelujah. ആമേൻ. Amen. ഇസ്രായേലിനോട് ദൈവം പറഞ്ഞു, എന്റെ പ്രമാണങ്ങളെ അനുസരിച്ച് നടക്കണം. Amen. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എൻ്റെ ജനമായിരിക്കും. യെരമ്യാ പുസ്തകം 7:23 വായിച്ചാട്ടെ. എന്റെ വാക്ക് കേട്ടനുസരിച്ച് ആ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായി. ഞാൻ നിങ്ങൾക്ക് ദൈവമാണ്. എപ്പോഴാ? എൻ്റെ വാക്ക് കേട്ടനുസരിച്ച്. അല്ലെങ്കിൽ ദൈവമല്ലെന്നല്ലേ എൻ്റെ അർത്ഥം. എടാ, ഞാനെന്നെയും വാക്ക് കേട്ടനുസരിച്ച് പറയുക, എങ്കിൽ ഞാൻ ദൈവമാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ദൈവമല്ല. Hallelujah. സ്തോത്രം. യേശുവിന്റെ ഉപദേശം കേട്ടിട്ടും അനുസരിച്ചില്ലെങ്കിൽ പറയും, ഞാൻ നിങ്ങളുടെ കർത്താവല്ല. Amen. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല. ഇഷ്ടം ചെയ്യുന്നവനത്ര. നമ്മൾ കർത്താവേ കർത്താവെന്ന് വിളിച്ച് മറത്തിരിക്കുക. ഈ പകൽക്കാലം ചോദിച്ചു, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട ഏത് അവസ്ഥയുണ്ടോ അത് മാറ്റാൻ ഞാൻ റെഡിയാ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Amen. ഹല്ലേലൂയ. വായിച്ചേ മോളെ. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായി, നിങ്ങൾ എനിക്ക് ജനമായിരിക്കും. ആ, നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള ആ വഴികളിലൊക്കെയും നടപ്പീരെന്നീ ആമേൻ. കാര്യമത്തെ ഞാൻ അവരോട് കൽപ്പിച്ചു. നിങ്ങൾക്ക് നന്നായിരിക്കണമെന്ന്. Amen. അപ്പൊ നന്നായിരിക്കുന്നില്ലെങ്കിൽ അതിന്റെ പിന്നിൽ പ്രശ്നമുണ്ടെന്ന്. Amen. പ്രൈസ് ദി ലോർഡ്. Hallelujah. നന്നാകുന്നില്ലെങ്കിൽ, മറുപടി ഇല്ലെങ്കിൽ, വിടലില്ലെങ്കിൽ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തി വചനം അനുസരിക്കാത്തത് കൊണ്ട്. Hallelujah. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. Amen. ആകാശം മാറും, ഭൂമി മാറും. എന്താ മാറാത്തത്? ദൈവത്തിന് വചനം മാറത്തില്ലെന്ന്. ഇതാരെല്ലാം മാറ്റാൻ നോക്കിയാലും മാറത്തില്ല. നിന്റെ വാക്തത്വം ആരെല്ലാം മാറ്റുവാൻ നോക്കിയാലും നീ വിശ്വാസങ്ങൾ ദൈവത്തെ അനുസരിച്ച് മാറ്റുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. Hallelujah. Praise the Lord. Praise the Lord. Amen. ആമേൻ. എന്നെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് പ്രസംഗിച്ചിട്ട് തോന്നിയ പോലെ ജീവിച്ചാലുണ്ടല്ലോ, അടി കിട്ടും എനിക്ക്. Amen. ഈ ദൈവശബ്ദം കേട്ടിട്ടും ശാസ്ത്രിമാരും നീതിമാന്മാരും പരീക്ഷന്മാരും ഒക്കെ കർത്താവിനെ വിമർശിച്ചു, ഇല്ലേ? അവര് വന്ന് കർത്താവിനെ കുറ്റം കണ്ടുപിടിക്കാനാ. Praise the Lord. പറഞ്ഞു, നിനക്ക് എവിടെ അധികാരം തന്നിരിക്കുന്ന, നിനക്ക് ആരാ അധികാരം തന്നിരിക്കുന്നത്? കാരണം ഇവർ അധികാരം കൊടുക്കുന്നവരാ. കർത്താവ് നിന്റെ അധികാരമൊന്നും എനിക്ക് വേണ്ട, ഞാൻ അധികാരം ഏറ്റോടാ ഈ ഭൂമിയിൽ Amen. Praise the Lord. പറഞ്ഞു. Praise the Lord. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിന്നെ ആരുടെ പ്രസാദമോ വേണ്ടെന്ന്. Amen. കർത്താവ് പ്രസാദിച്ചു, വേറെ ആരുടെ പ്രസാദം വേണ്ട. Hallelujah. നീ മനുഷ്യന്റെ പ്രസാദം നോക്കി പോകരുത്. Amen. മനുഷ്യനെ പ്രസാദിപ്പിക്കണ്ട. Amen. ഈ ഭൂമിയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുക. Hallelujah. ദൈവ ഇഷ്ടം തിരിച്ചറിയാം. പ്രൈസ് ദി ലോർഡ്. Amen. ആമേൻ. യേശുവിന്റെ വാക്ക് കേട്ടവർ വിടുവിക്കപ്പെട്ടു. ആമേൻ. Hallelujah. മർക്കോസിന്റെ സുവിശേഷം 2:10-12 വായിച്ചാട്ടെ. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ ആ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് ആ നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകാ എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് ആ പറഞ്ഞു. ആമേൻ. ഉടനെ അവൻ എഴുന്നേറ്റ് ഉടനെ അവൻ എഴുന്നേറ്റു. കിടക്കയെടുത്ത് ആമേൻ.
ചില കാര്യങ്ങൾ ഉടനെ സംഭവിക്കണം. Hallelujah. പറ, ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കണം. ഇതുവരെ നടക്കാത്ത കാര്യം, ഇത് എഴുന്നേൽക്കുവാൻ കഴിയാത്ത മണ്ഡലങ്ങൾ ഈ പകൽക്കാലം പറ, കർത്താവിന്റെ വചനത്താൽ, യേശുവിന്റെ വാക്ക് കേട്ട് ഈ പകൽ വിശ്വസിക്കുക. ഇതുവരെ നിന്നെ കൊണ്ട് കഴിയാത്ത ചില കാര്യങ്ങൾ നിന്നെ കൊണ്ട് ഈ കർത്താവ് ചെയ്യിപ്പിക്കുക. രണ്ടാമത്തെ അധ്യായത്തിൽ യേശു വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി എന്നാ പറയുന്നത്. അപ്പൊ യേശു വീട്ടിലുണ്ടെന്ന് ശ്രുതിയാകണം. അയൽവക്കം അറിയണം, ദേശം അറിയണം. അതിനെന്തോ വേണം? എന്താ വേണം? അച്ഛാ, യേശു വീട്ടിൽ വരണോ? യേശു നമ്മുടെ വീട്ടിലുണ്ടോ? ഉണ്ടോ? യേശു വീട്ടിലുണ്ടോ? ധൈര്യത്തോടെ പറയുന്നത് വീട്ടിൽ യേശു ഉണ്ടോന്ന് പറ. നിങ്ങൾക്കൊരു വിശ്വാസമില്ലല്ലോ പറയാൻ. നിങ്ങളുടെ വീട്ടിലെ കാര്യം ഞാനാണ് പറയേണ്ടത്. നിങ്ങളുടെ വീട്ടിലെ അയൽവക്കമാണ് പറയേണ്ടത്. നിന്റെ അയൽവക്കം അറിയത്തകണം ഈ ദിവസം യേശു നിന്റെ വീട്ടിലുണ്ടെന്ന് അറിയത്തകണം. ചില ദൈവപ്രവൃത്തി നടക്കുവാൻ തടസ്സമായിരിക്കുന്ന ചില കോടികൾ ഈ പ്രകൃതി നിന്റെ ഭവനത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ആയുസ്സിൽ, നിന്റെ ആരോഗ്യത്തിൽ, നിന്റെ ജോലിയിൽ, നിന്റെ സമ്പത്തിൽ, നിന്റെ അനുഭവത്തിൽ യേശുവുണ്ട്. യേശു ഉണ്ടെന്ന് അറിയണമെന്ന്, എന്റെ കൂടെ യേശു ഉണ്ടെന്ന് ഞാൻ പോകുന്ന സ്ഥലത്ത് അറിയണം. ഇലവാസേ, നമ്മൾ പോകുന്നിടത്ത് യേശു എന്റെ കൂടെ ഉണ്ടെന്ന് അറിയാത്തത് പറഞ്ഞു കിടക്കുന്ന വെളിപ്പാടും ദർശനങ്ങൾ ദൈവപ്രവൃത്തി എന്നിൽ കൂടി ശേഖരിക്കണം. അതുകൊണ്ട് ഞാൻ പറയും, കർത്താവേ, ഞാൻ പോകുന്നത് അങ്ങയുടെ മഹത്വം ഇറങ്ങണം. പഠിത്തമല്ല, ഡിഗ്രി അല്ല, PhD അല്ല. ഞാൻ ചോദിക്കുന്ന കർത്താവേ, അങ്ങയുടെ ആത്മാവിന്റെ ശക്തി എന്നിൽ നിറച്ച് അങ്ങയുടെ ആത്മാവ് എന്റെ ആത്മാവിൽ ഇറങ്ങി മറ്റാർക്കും ലഭിക്കാത്ത ദർശനങ്ങൾ, വെളിപ്പാടുകളും വചനത്തിൽ ആഴങ്ങൾ നിനക്ക് നൽകി നിന്നെ നടക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. നമുക്കൊരാഗ്രഹം വേണം, ഞാൻ പോകുന്നിടത്ത് യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങണം. അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നുമില്ല, നിന്റെ പാരമ്പര്യമല്ല, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ്. കർത്താവ്, ഞാൻ പോകുന്ന സ്ഥലത്ത് അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങണം. ഞാനല്ല പ്രാർത്ഥിക്കുന്നത്, എവിടെ പോയാലും പ്രാർത്ഥിക്കുന്ന ആ ദേശത്ത്, ആ ഭവനത്തിൽ, ആ സഭയിൽ അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങിയാൽ അവിടെ ദൈവ പ്രവൃത്തി നടക്കും. അവിടെ മാനസാന്തരം നടക്കും. അവിടെ ജനം മടങ്ങി വരും. മടങ്ങി വരണം ദൈവജനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശക്തമായിട്ട് മറച്ചു വയ്ക്കാൻ ദൂത് പറയണം. ഹല്ലേലൂയ. മനുഷ്യനെ നോക്കി ഭയപ്പെടരുത്. ആരുമായിക്കോട്ടെ, ദൈവാത്മാവ് തരുന്ന ദൂത് വിളിച്ചു പറയണം. നീ മടങ്ങി വരണം, ഇല്ലെങ്കിൽ നശിച്ചു പോകും. അവിടെ 4 പേര് ചേർന്ന് ഒരു വ്യക്തിയെ വീട്ടിൽ കൊണ്ടുപോകും. ഇല്ലേ? നമ്മൾ എത്ര യേശുവിൻ്റെ അടുത്ത് വല്ലവരും കൊണ്ടുവന്നിട്ടുണ്ടോ? എത്ര നാളായി വിശ്വാസി വന്നിട്ട്? ഇതുവരെയെങ്കിലും ഒരു വ്യക്തിയെങ്കിലും യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് വേദനയാണ്. കർത്താവേ, ഇതുവരെയും ആരെ കൊണ്ടുവരാൻ സാധിച്ചില്ല. ഈ വ്യക്തിയുടെ പ്രശ്നം അവർ 4 പേര് ഏറ്റെടുത്തു. നിന്റെ സമൂഹത്തിൽ പ്രശ്നമായി കിടക്കുന്ന പ്രശ്നം ഏറ്റെടുക്കാൻ കഴിയുമോ? നിന്റെ അയൽവക്കത്തെ പ്രശ്നം നിന്റെ പ്രശ്നമാണോ? സഭയിലെ കൂട്ടുസഭയുടെ പ്രശ്നം നിന്റെ പ്രശ്നമാണോ? നമുക്ക് പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല. ഇവരൊരു കാര്യം പറഞ്ഞു, ഈ മനുഷ്യന്റെ പ്രശ്നം എന്റെ പ്രശ്നമാണ്. 4 പേരും കൈകോർത്തു കട്ടിലിനെ പൊക്കി കൊണ്ടുവന്നു. സ്ഥലമില്ലായിരുന്നു. ആ വീട്ടുകാരൻ നല്ല വീട്ടുകാരനല്ലേ? ആ വീട്ടുകാരനെ ഓർത്തൊന്ന് സ്തുതിച്ചാൽ
വീട്ടിൽ കയറി പേളി പൊക്കി എല്ലാം പൊളിച്ചതാ ഇഴുള്ള ചോദിച്ചോ നിങ്ങൾ എന്തിനായിരുന്നു? യേശു വീട്ടിലുണ്ടെങ്കിലുള്ള സ്വഭാവം ഞാൻ പറഞ്ഞു. യേശു നിന്റെ വീട്ടിലുണ്ടെങ്കിൽ നീ എന്ത് കഷ്ടവും നഷ്ടവും യേശു വേണ്ടി ശ്രമിക്കാൻ റെഡിയാ. നമ്മളും നഷ്ടപ്പെടുവാൻ താല്പര്യമില്ല, ഇല്ലേ? എല്ലാം പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് താ കർത്താവേ, ഇങ്ങോട്ട് പോരട്ടെ. നീ രാവിലെയും വൈകിട്ടും കർത്താവേ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ, സമൃദ്ധിയായി. എന്തിനു വേണ്ടിയാ അനുഗ്രഹിക്കുന്നത്? അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്താൽ. എന്താ പറഞ്ഞു? അനേകർക്ക് അനുഗ്രഹമാണ്. ആർക്കെങ്കിലും അനുഗ്രഹമാണ്? അനുഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം. ഇല്ലെങ്കിൽ തുടങ്ങിക്കോ, നിന്റെ ആതിരതയും വിസ്താരമാണ്. നിന്റെ ഭാണ്ഡാരം നിറയ്ക്കും, സ്വർഗത്തിലെ കിളിവാ തുറക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ വ്യക്തിയെ കണ്ടുകൊണ്ട് യേശു പറയുന്നു, നിന്റെ പാപം, രോഗത്തിന് കാരണം പാപമാണ്. നമ്മുടെ രോഗത്തിന് കാര്യം എന്താന്ന് യേശുവിന് അറിയാം. ഏത് രോഗത്താൽ ബന്ധിക്കപ്പെട്ട കാര്യം എന്താ? ഈ പകൽക്കാലം പ്രൈസ് ദി ലോർഡ് യേശു പറഞ്ഞു, പാപത്തെ ക്ഷമിക്കുവാൻ. അവിടെ ഉള്ളത് ആരായിരിക്കുന്നത്? മതനേതാക്കന്മാരാ. അവർ ചോദ്യം ചെയ്ത്, ഇവനാരാ പാപം പരിഹരിക്കുവാൻ? യേശു ദൈവമാണെന്ന് പറയുക. ദൈവത്തിന് മാത്രമേ പാപപരിഹാരം ചെയ്യാൻ അവകാശമുള്ളൂ. യേശു പറഞ്ഞു, ഞാൻ ദൈവമായതുകൊണ്ട് ഏത് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഞാൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുക. അതിനുശേഷം പറയുന്നത്, നിന്റെ രോഗം സൗഖ്യമാകും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ രോഗം വരാൻ കാരണം ഒരുപക്ഷെ പാപമായിരിക്കും. ആ ദൈവത്തോട് ചോദിച്ച് ഏറ്റു പറഞ്ഞ് വിടുതൽ പ്രാപിക്കണം. നാളെ പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലാത്ത രോഗബന്ധനത്തിൽ പാപമാണ് കാരണമെങ്കിൽ ഏറ്റു പറഞ്ഞ് വിടുതൽ പ്രാപിക്കണം. നമ്മളെല്ലാം പാപസ്വഭാവമുള്ളവരാണ്. എന്നെ കൂടെ ചേർത്താ പറയുന്നത്. പാപസ്വഭാവങ്ങൾ പാപികളാണ്. നമ്മൾ പാപികളാണോ? ആണോ? നമ്മൾ പാപികളല്ല. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കുന്ന നമ്മൾ പാപികളല്ല. നമുക്ക് പാപ സ്വഭാവം ഇല്ലേ? നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്, പാപം നിറഞ്ഞ ഭൂമിയിലാണ് ജീവിക്കുന്നത്. പക്ഷെ ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഇന്ന് പകൽക്കാലം വന്ന എല്ലാ പാപങ്ങൾ ഞാൻ ഏറ്റുപറഞ്ഞ് അങ്ങയുടെ രക്തത്താൽ കഴിവ് പ്രാപിച്ച് എന്നെ ശുദ്ധീകരിക്കണം. ഓരോ ദിവസവും എത്രയോ കാര്യങ്ങൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു. പക്ഷെ അത് ആഗ്രഹമായി തീരാതെ, ഇല്ലേ? ദാവീദ് കണ്ട കാര്യം ഹൃദയത്തിൽ ആഗ്രഹമായി, അവിടെ ജഡം പോയി, അവിടെ വീഴ്ച സംഭവിച്ചത്. നമ്മുടെ ജഡത്തെ ആത്മാവ് നിയന്ത്രിക്കണം. നമ്മുടെ ജഡിക ചിന്തകൾ, വികാരങ്ങൾ, ആഗ്രഹങ്ങൾ, മോഹങ്ങൾ എല്ലാം ആത്മീയമാകണമെന്ന് ഈ മനുഷ്യന് കർത്താവ് സൗഖ്യം കൊടുത്തു. യേശുവിൻ്റെ വാക്ക് ഈ സ്ത്രീയോട് പറഞ്ഞു, എൻ്റെ വാക്ക് വിശ്വസിക്കുക. കർത്താവ് പറഞ്ഞ കാര്യം ആത്മീയ കാര്യമാണ്, ആരാധനയുമായി ബന്ധിച്ച കാര്യമാണ്. ഈ സ്ത്രീയിൽ കൂടി കർത്താവിനറിയാം ഒരു ദേശം വിടുവിക്കപ്പെടുമെന്ന്. എന്നെ നിങ്ങൾ ആക്കി വെച്ചിരിക്കുന്ന ദേശമേ വിടുവിക്കപ്പെടുക, ദേശം നിർത്തിയിരിക്കുന്നത്. ആ സ്ത്രീ പറഞ്ഞു, എന്നെ കുറിച്ച് എന്റെ കാര്യം പറഞ്ഞ ഒരുവനെ ഞാൻ കണ്ടു, അവരൊരുവത്തെ ക്രിസ്തുവായിരിക്കും. യേശു പറഞ്ഞു, ഞാൻ ക്രിസ്തുവാ. യേശു വ്യക്തമായി പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ ക്രിസ്തുവാ. കാരണം ഇവിടെ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ പറഞ്ഞു, യേശു ക്രിസ്തു മശിഹ വരുമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോഴാ പറഞ്ഞത്, എന്നോട് സംസാരിക്കുന്ന ഞാൻ. ഏതായി ഞാൻ?
ഏതായി ഞാൻ? മോശ ദൈവത്തോട് ചോദിച്ചു, ജനത്തോട് ഞാൻ നിന്നെക്കുറിച്ച് എന്താ പറയേണ്ടത്? യഹോവയാം ദൈവം ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തു പേര് പറയണം? അവിടെ പറയുന്നു, ഞാനാകുന്നവൻ, ഞാനാകുന്നവൻ, ഞാനാകുന്ന. ഈ പകൽക്കാൽ ഞാനാ നിന്റെ പ്രശ്നത്തിൽ പരിഹാരം, ഞാനാ നിന്റെ രോഗത്തിൽ പരിഹാരം, ഞാനാ 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 പറ. എനിക്ക് ഞാനാകുന്നവൻ, ഞാനാകുന്നവൻ ദൈവമുണ്ട്. യേശു എവിടെയെല്ലാം ഞാൻ 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 എന്ന് പറഞ്ഞു, അതെല്ലാം ദൈവത്തിന്റെ നാമം ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 12-13 വായിച്ചാട്ടെ. സമയം അയന്നു. അവൻ ക്ഷണത്തിൽ നിറഞ്ഞു. ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശവത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തോട് ആമേൻ. അവിടെ യേശു പറയുന്നു, സ്ത്രീയെ നിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കും. ഈ പകൽ ബന്ധിച്ച ബന്ധനത്തെ അഴിക്കുന്ന ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ പകൽക്കാലം ഹല്ലേലൂയ. ആ സഹോദരി പ്രതീക്ഷയുടെ ആലയത്തിൽ വന്നത്. അവള് കേട്ടു യേശു ചുറ്റുപാടുള്ള ആലയത്തിൽ എല്ലാം പോകുന്നുണ്ട്. അവൾ പറഞ്ഞു, ഒരു ദിവസം യേശു ആലയത്തിൽ അന്നെന്റെ വിടുതൽ നടക്കും. പ്രതീക്ഷയുടെ ആലയത്തിൽ ദൈവമക്കളെ ഈ പകൽക്കാലം പറ, എന്റെ ബന്ധത്തെ അഴിക്കുന്നവൻ വന്നിട്ടുണ്ട്. ഇത് ബന്ധനമാ. ചില രോഗം ബന്ധനമാ. മരുന്ന് കഴിച്ചാൽ മാറത്തില്ല, ഡോക്ടർ അടുത്ത് പോയാൽ നടക്കത്തില്ല, എക്സ്റേ എടുത്താൽ കാണത്തില്ല. ഇതൊരു ബന്ധനമായി എല്ലാ ബന്ധന അഴിഞ്ഞുമാട്ടെ. നാടുകളായി ബന്ധിക്കുന്ന, ശരീരത്തെ ബന്ധിക്കുന്ന രോഗബന്ധനത്തെ അഴിച്ചുമാറ്റി ഈ ബന്ധനത്തെ അറിഞ്ഞുകൊണ്ട് സഹോദരി, ഇത് രോഗമല്ല, ഇത് ബന്ധനമാണ്. രോഗത്തിന്റെ ആത്മാവുണ്ട്, രോഗശക്തിയുണ്ട്. ഞാൻ അമേരിക്കയിൽ പോയ സമയത്ത് ഒരു ചർച്ചിൽ പോയപ്പോൾ ഒരു സഹോദരി മുന്നിലിരിക്കുക. ഞാൻ പറഞ്ഞു, സഹോദരി നിന്റെ മേലെ രോഗത്തിൻ്റെ ആത്മാവുണ്ട്, ബന്ധനമുണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ അടുത്ത് പോയാൽ കാണത്തില്ല. ആരാണ് എന്നോട് പറയാ, ഞാൻ ഇന്നലെ ഡോക്ടർ അടുത്ത് പോയാൽ പുള്ളിക്കാരിക്ക് ഭയങ്കര അസ്വസ്ഥത, ഭയങ്കര പേടി, ഭയവും. എന്നോട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, രോഗമൊന്നും കാണാനില്ല. കാണാത്ത രോഗം മറന്നു കിടക്കുമ്പോൾ നിന്റെ ശരീരത്തെ ബന്ധിക്കുന്ന രോഗബന്ധനത്തെ അഴിച്ചു മാറ്റുന്ന യേശുവിന്റെ നാമത്തിൽ രോഗബന്ധനം അഴിഞ്ഞു മാറ്റേ. രോഗബന്ധനം അഴിഞ്ഞു മാറ്റേ. നാളുകളായി നിന്നെ ബന്ധിച്ച രോഗബന്ധനത്തെ അഴിക്കുന്നവൻ യേശുവിന്റെ നാമത്തിൽ രോഗബന്ധനത്തെ അഴിച്ചു മാറട്ടെ. അടക്കമ്പോ എവിടെയാണോ നിന്നെ ഉയർത്താതെ നിന്നെ തലയെ ജനിച്ചപ്പോ ഇല്ലായിരുന്നു, ഇടയ്ക്ക് കൂടിക്കേറിയതാ. ഇല്ലേ? ഇടയ്ക്ക് കൂടിക്കേറിയ പൊട്ടിച്ച് മാറ്റിക്കോണം, ശാസിച്ച് മാറ്റിക്കോണം. നിന്റെ പാപത്തിൽ വേണ്ടാത്ത കടന്നു വരുത്, നിന്റെ ജീവിതത്തിൽ വേണ്ടാത്ത കടന്നു വരുത്, നിന്റെ ആത്മീക ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്തൊന്ന് കടന്നു വരുന്നത്. എല്ലാ പദ്ധതികളെ ഈ പകൽക്കാലം യേശുവിന്റെ ദേഹത്തിൽ മാറ്റിയാണ്. ഏറ്റെടുക്കുക, ശക്തി ഏറ്റെടുക്കുക, ഏറ്റെടുക്കുക, ദൈവമഹത്വം ഏറ്റെടുക്കുക. നിന്റെ ശരീരത്തെ ബന്ധിക്കുന്ന രോഗബന്ധനത്തെ ഈ പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ആർക്കും മനസ്സിലായില്ല. പുരോഹിതനുണ്ടായിരുന്നു, ഇതെന്ത് പ്രശ്നമെന്ന് അറിഞ്ഞില്ല. ഈ പ്രശ്നത്തെ അറിയുന്ന കർത്താവ് പറയുക, ഹല്ലേലൂയ, സഹോദരി പലയിടത്തും പോയില്ലേ, ഒത്തിരി മരുന്ന് കഴിച്ചില്ലേ, അനേകരെ കണ്ടില്ലേ, നിനക്കൊന്നുകൊണ്ട് വിടുതല അവർക്ക് മനസ്സിലായില്ല. അവർക്ക് മനസ്സിലാത്ത കാര്യം യേശുവിനറിയാം. ആർക്കും മനസ്സിലാകാത്ത കാര്യം യേശുവിനറിയാം. ഈ
കുനിച്ചിട്ട് വർഷങ്ങളായി. തല നിർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട് പലരും. നിന്റെ തലയെ കുനിപ്പിക്കുന്ന പോരിനെ പകൽക്കാൽ വിശ്വാസത്താൽ ഏറ്റെടുത്ത് പൊട്ടിച്ചു മാറ്റും. നിന്റെ തല ഉയർന്നിരിക്കണം. നിന്റെ തല ഉയർന്നിരിക്കണം. നിന്റെ ദേശത്തിൽ, നിന്റെ സഭയിൽ, നിന്റെ സ്ഥല ഉയർന്നിരിക്കണം. നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കുക. ഈ സ്ത്രീ വിശ്വസിച്ചു. വേറെ നിവൃത്തിയൊന്നുമില്ല. എല്ലായിടത്തും പോയി പരാജയപ്പെട്ട ജീവിതമാണ്. എൻ്റെ പരാജയപ്പെട്ട ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ എല്ലാവരും കണ്ട് അതിശയിക്കും. ഈ സ്ത്രീ ആരാണെന്ന് ബോധികൾക്കില്ലായിരുന്നു അല്ലേ? യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവള് അബ്രഹാമിന്റെ സന്തതിയാണ്. ദൈവമക്കളെ, അബ്രഹാമിന്റെ സന്തതി അടിമത്തത്തിൽ കിടക്കേണ്ടവരല്ലെന്ന്. ഇവൾ ആരാണെന്നുള്ള ബോധ്യം നോക്കില്ല. നമ്മൾ ആരാണെന്ന ബോധ്യം വേണമെന്ന്. ഏത് പ്രതികൂലം വന്നാലും പ്രശ്നം വന്നാലും പറയണം, ഞാൻ ദൈവത്തിന്റെ വകയാ, ഞാൻ കർത്താവിന്റെ രക്തത്തിന് വീഴുക, ഞാൻ യേശുവിന്റെ വകയാ. ഈ മൺകൂടാരം ദൈവാത്മാസിക്കുന്ന മന്ദിരമാ. നീ തകർക്കുവാൻ പിശാചിന് അധികാരമില്ല. നീ അവിശ്വാസം പറഞ്ഞ് പിറുപിറുന്ന് നിന്റെ ജീവിതത്തെ ദൈവം ഒരുക്കുന്ന വാഗ്ദത്തം തടസ്സമാക്കരുതെന്ന്. ആമേൻ. എതിർപ്പുണ്ടായിരുന്നു. മത നേതാക്കന്മാർ എതിർപ്പ്. യേശുവിന് ആരുടെ എതിർപ്പ് കാര്യമല്ല. കാരണം യേശുവിന് ആരുടെ അംഗീകാരം വേണ്ട. യേശുവിന് ആരുടെ അംഗീകാരം വേണമായിരുന്നു? യേശു പറഞ്ഞ പിതാവ് ഏൽപ്പിച്ച പ്രവൃത്തി ചെയ്യുവാനാ ഞാൻ വന്നിരിക്കുന്നത്. യേശുവിന് അറിയാമായിരുന്നു യേശുവിനെ ഇത് ഭൂമിയിൽ അയച്ചത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരാണെന്നറിഞ്ഞ്, നമ്മുടെ ദൈവം ആരാണെന്നറിഞ്ഞ് പ്രതികൂലത്തിൽ കടന്നു വരുമ്പോൾ നീ പറയണ ഉറപ്പുള്ള എൻ്റെ യേശു എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 35-36 വായിച്ചാട്ടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിനെ എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കിയിരുന്ന ഈ പകൽക്കാലം യേശു പറയാത്ത കാര്യം നീ കാര്യമാക്കരുത്. നിന്നെ കുറിച്ച്, എന്നെ കുറിച്ച് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ആ കാര്യം നീ ഏറ്റെടുക്കേണ്ടെന്ന് ദൈവത്തിന് നമ്മളെ കുറിച്ച് വേറെ പറയാനുണ്ട്. മോളെ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആമേൻ. മരിച്ച മണ്ഡലങ്ങൾ ജീവൻ നൽകുന്ന കഥ പറയുക. മരിച്ച മണ്ഡലം നീ ഭയപ്പെടണ്ട. ഏത് പ്രശ്നം, മരിച്ച മണ്ഡലങ്ങൾ, ജീവനില്ലാത്ത മണ്ഡലങ്ങൾ പരകഥാവേ ഞാൻ വിശ്വസിക്കാം. അതിനുശേഷം കരയുന്നവരെല്ലാം അടിച്ച് പുറത്താക്കി വിശ്വാസമുള്ളവരെ കൊണ്ടുപോയി. പത്രോസും യോഹന്നാൻ, പിന്നെ അപ്പനെ അമ്മയും. നമ്മുടെ കൂടെ പ്രാർത്ഥിക്കാൻ ഒത്തിരി പേരൊന്നും വേണ്ട, ഉള്ളത് നല്ലതാണ്. പക്ഷെ എല്ലാവർക്കും ഒന്നും വിശ്വാസമൊന്നും. 2 പേരെ 3 പേരുടെ വിശ്വാസം കൈപിടിച്ച് പ്രാർത്ഥിച്ചു. അതാ കഥ പറയുന്നത്. കരയുന്നവരൊക്കെ കരഞ്ഞോട്ടെ, അവരാ ഇത് പറഞ്ഞത്. തീർന്നു, കഴിഞ്ഞു. അവിശ്വാസം പറഞ്ഞത് നമുക്ക് വേണ്ട. ദൈവപ്രവൃത്തി കണ്ടവർ, ദൈവപ്രവൃത്തി ആഗ്രഹിക്കുന്നവർ, യേശു പറഞ്ഞ കാര്യം വിശ്വസിച്ചവർ, മരിച്ച കുഞ്ഞിന്റെ കർത്താവ് ജീവൻ നൽകി. ലാസർ മരിച്ചപ്പോൾ എന്താ കർത്താവ് പറഞ്ഞത്? രോഗമായെന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഇത് മരണത്തിനല്ല. അവേ, യേശു ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞു വായിച്ച മോളെ.
യേശു അത് കേട്ടിട്ട് ഈ ദിനം മരണത്തിനായിട്ടല്ല ആ ദൈവപുത്രൻ മഹത്വപ്പെടുത്തേണ്ടതിന് ആ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് അത്ര എന്ന് പറഞ്ഞു. ആമേൻ. കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അവ നിവർത്തിക്കും. Hallelujah. ലോകം പറയും തീർന്നു, Amen. അവൻ തീർന്നു, Hallelujah. അവൻ ഉയരത്തില്ല. Amen. പ്രൈസ് ദി ലോർഡ്. എവിടെ തീർന്നെന്ന് പറഞ്ഞെടുത്ത് ഒരു തുടക്കം തന്ന് Amen. എന്നെന്തിനെ നടത്തുകയുമാ. Hallelujah. എവിടെ പറഞ്ഞു? ലോകം പറഞ്ഞു, കൂട്ടുകാർ പറഞ്ഞു, ചാർച്ചക്കാർ പറഞ്ഞു, ബന്ധുക്കാർ പറഞ്ഞു, അവൻ തീർന്നു. Amen. അവിടെയും കർത്താവിന് പറയാൻ എന്താ ഉള്ളത്? തീർന്നിട്ടില്ല. ചില കാര്യങ്ങൾ കർത്താവ് ഏറ്റെടുത്തിട്ട്. Amen. Praise the Lord. Praise the Lord. Amen. ലൂക്കോസിന്റെ 9-ാം അധ്യായത്തിൽ 1-2 കുരുടനായ ഒരു മനുഷ്യനെ കർത്താവ് കണ്ടു. Praise the Lord. പ്രൈസ് ദി ലോർഡ്. വായിച്ചേ മോളെ. ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവൻ കുരുടനായി പിറക്കുവാൻ തക്കണം ആരാ കാരണം? മാതാവാണോ പിതാവാണോ? Amen. നമ്മൾ കടന്നു പോകുന്ന അവസ്ഥയിൽ പലരും പലതും പറയുമ്പോൾ Praise the Lord. കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, Amen. ഇവന്റെ മാതാവ് പിതാവല്ല, ദൈവത്തിന്റെ പ്രവർത്തിക്കും. Hallelujah. ഈ പകൽക്കാലം പറ കർത്താവേ, എൻ്റെ പ്രശ്നത്തിന്റെ പരിഹാരം ദൈവ പ്രവൃത്തിയാണ്. Amen. Hallelujah. എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു കർത്താവ് ഈ പകൽക്കാലം വന്നിട്ടുണ്ട്. Amen. നമ്മുടെ ഉള്ളവസ്ഥ കർത്താവിന് അറിയാം. അതുകൊണ്ട് പറ കർത്താവേ, അങ്ങ് പറഞ്ഞ വാക്ക് ഞാൻ വിശ്വസിക്കാം. Amen. Praise the Lord. ദൈവം നമുക്ക് ഡിവൈൻ കാര്യം ചെയ്ത് ദൈവം അനുഗ്രഹിക്കട്ടെ. Hallelujah. Hallelujah. Hallelujah.